ഹായ് മക്കളെ, എൻ്റെ പേര് ബഹാവുദ്ദീൻ. ഞാൻ നിങ്ങളുടെ അക്കൗണ്ടൻസി ഫാക്കൽറ്റിയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കോണ്ടന്റ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. രണ്ടോ അതിലധികം ആളുകളോ ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുക, അല്ലേ? എന്നാൽ എന്താണ് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. അതായത് നമ്മുടെ പാർട്ട്നേഴ്സ് തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. എങ്ങനെ? പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാവും, റൈറ്റ്? ഇത്തരത്തിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിനെ രണ്ടാക്കി തരംതിരിക്കാം. അതായത് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓറലി, അതായത് ബൈ നമ്മൾ മൗത്ത് ടു മൗത്ത്, നമ്മൾ വരുന്ന സംസാരത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, എടാ ഇങ്ങനെ റൂൾസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ? രണ്ടാമത് റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് കീപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായും നെയിം ഓഫ് ദി ഫേം ആണ്. അതായത് ഏത് ഫേമിലാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ടുള്ളത്, എന്താണ് ഫേമിൻ്റെ പേര് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കണം. അതുപോലെ ഫേമിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. അതായത് എവിടെയാണ് നമ്മുടെ ഫേമിൻ്റെ ലൊക്കേഷൻ, ഓക്കെ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡീഡിൽ പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായി ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിൻ്റെ പേരെന്തൊക്കെയാണ്, പാർട്ട്നേഴ്സിൻ്റെ അഡ്രസ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡീഡിൽ പ്രതിപാദിച്ചിരിക്കണം. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ബിസിനസ്. എന്ത് ബിസിനസ്സാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഏത് ബിസിനസ്സിലാണ് നമ്മൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് എന്ന കാര്യമാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന മറ്റു കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിൻ്റെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, പാർട്ട്നേഴ്സിൻ്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഇതിന് നമുക്ക് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ എവിടെ പ്രതിപാദിച്ചിരിക്കും, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രതിപാദിച്ചിരിക്കും. ഏറ്റവും പ്രധാനമായും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ ഡീഡിൽ പറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരു ഡീഡിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് പറഞ്ഞിരിക്കണം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ പറ്റി പറഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? കാരണം അപ്പോഴേ നമുക്ക് പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് പ്രോഫിറ്റും ലോസും എന്ന കാര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കറക്റ്റ്. ഇനി ചില സാഹചര്യങ്ങളിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറയാത്ത പാർട്ട്ണർഷിപ്പ് ഡീഡുകൾ ഉണ്ടാവാറുണ്ട്, ഓക്കെ അല്ലേ? ഇനി അതല്ലെങ്കിൽ ഡീഡേ ഇല്ലാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ പാർട്ട്നേഴ്സ് എല്ലാവരും ഈക്വൽ ആയിട്ടായിരിക്കും ലാഭത്തെ വീതിച്ചെടുക്കുക, അല്ലെങ്കിൽ ലാഭനഷ്ടങ്ങളെ വീതിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റിയിട്ടും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റിയിട്ടും ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയാറുണ്ട് എന്നുള്ളതാണ്. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ രണ്ട് പേരും അല്ലെങ്കിൽ രണ്ടിലധികം ആളുകളും ചേർന്നൊരുക്കുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരു ബിസിനസ്സിൽ ഡീഡ് ഉണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാർട്ട്നേഴ്സ് തമ്മിൽ പ്രോബ്ലത്തിൻ്റെയോ പ്രശ്നത്തിൻ്റെയോ ആവശ്യം ഉണ്ടാവാറില്ല. കാരണം എന്താ, അവിടെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി റിട്ടേൺ ആക്കി നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.